ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ആ ഒരു ലഞ്ചും അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്ന് ചിങ്ങം 1 പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി ഈ ഒരു വർഷം തുടങ്ങി അങ്ങോട്ട് എപ്പോഴും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ, നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്കും എന്താ പറയുക, കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയത്തെ വർഷമെങ്കിലും നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഉച്ചയ്ക്കത്തൊക്കെ കുറച്ച് കറികളും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ്. അപ്പോൾ ഇന്ന് കൂടുതലും ഞാൻ മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് വെക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് സാധാരണ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, കുറേ നാളായി ഒരു ആനീസ് കിച്ചണിൽ ഊർമിള ഉണ്ണിയുടെ ഒരു ഇതിൽ ഇതുണ്ടായിരുന്നു. അവർ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് ആ ഒരു പണ്ടത്തെ രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു രീതിയിലാണ് സാധാരണ നമ്മൾ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ രീതിയിലൊന്ന് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിട്ട് അത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ആദ്യം ആ വീഡിയോ കണ്ടപ്പോൾ തുടങ്ങി ഞാൻ ഓർത്തായിരുന്നു ആ ഒരു രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കണം എന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ട്, മുട്ട വറുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ട്. പിന്നെ ചെമ്മീൻ കുറച്ച് ശരിയാക്കിയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം. കാര്യം നമുക്കിന്ന് വൈകിട്ടൊരു സ്ഥലം വേറെ ഒരിടത്തുമല്ല, നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് മൂവി കാണാൻ പോകണം. അത് പണ്ട് എന്താ പറയുക, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് തിയേറ്ററിലൊക്കെ വന്ന സിനിമയാണിത്. അപ്പം അന്ന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ തന്നെയാണ്. അപ്പം ഇപ്പം എൻ്റെ മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ആ കറക്റ്റ് ആ ഒരു രീതിയിൽ അപ്പൊ നിങ്ങൾ ഒരുപാട് നമ്മൾ ആ സിനിമയൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിൽ കൂടിയും ആ ഒരു സിനിമ എത്ര പ്രാവശ്യം TV വന്നാൽ പോലും ഞങ്ങൾ ഒരുപാട് കണ്ടിരിക്കാറുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓർത്തുന്ന ഫസ്റ്റ് റിലീസിൻ്റെ അന്ന് തന്നെ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് ശ്യാം അപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 7:30 നമ്മൾ ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പോകും. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കും കറികളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറയുകയാണെങ്കിൽ കഴിക്കും. എന്നാലും ഞാൻ വീട്ടിൽ ഉണ്ടാക്കാത്തതുകൊണ്ട് കഴിക്കാതിരിക്കരുതല്ലോ, അല്ല ഉണ്ടാക്കാത്ത കൊണ്ടിട്ടാണെന്നുള്ളൊരു ഇത് വേണ്ടല്ലോ. അതാണ് ഞാൻ വൈകുന്നേരത്തേക്കും കൂടി കറികളൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ചെമ്മീൻ കുറച്ചെടുത്ത് ഫ്രൈയും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരത്തേക്കോ രാത്രിത്തേക്കോ ആകും. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നേരത്തെ പണികളൊക്കെ തീർത്തിരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ജോലിക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. ജോലിക്ക് ഞാൻ പോവാത്തതിൻ്റെ കാരണം ഞാൻ വേറൊരു ഇതിൽ പറയാം. ഞാൻ ജോലി നിർത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ജോലിക്ക് ഇപ്പോൾ പോകുന്നില്ല, ഫുള്ളി വീട്ടിലെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് കിച്ചണിൽ നോക്കാം, നമ്മുടെ കറികളൊക്കെ നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. മാമ്പഴം വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. വീഡിയോയിൽ ആ പച്ചമുളകിൻ്റെ കാര്യം പറഞ്ഞ് കേട്ടിരുന്നില്ല, പക്ഷേ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ശർക്കര ഞാൻ ഉരുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ 2 കഷ്ണം ശർക്കരയായിരുന്നു കേട്ടോ ഉരുക്കിയെടുത്തത്. മധുരിപ്പ് ഒരുപാട് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെറിയ 2 കഷ്ണം ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് നല്ലപോലെ വെന്തതിന് ശേഷം, മാമ്പഴം ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ശർക്കര അതിലേക്ക് ഒഴിക്കുന്നത്. ഇത് മാമ്പഴം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് മാമ്പഴം നമുക്ക് മാമ്പഴത്തിൻ്റെ ആ ഒരു സീസണിൻ്റെ ടൈമിൽ ഞാനത് നല്ലപോലെ വേവിച്ച് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ നെയ്യേ ചേർത്തുള്ളൂ കേട്ടോ. കാര്യം നെയ്യുടെ ടേസ്റ്റ് ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വളരെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ. ആ ശർക്കര ഒന്ന് കുറുകി വന്നപ്പോൾ നെയ്യ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് തേങ്ങയും തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, വേറെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ജീരകമോ ഉള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കരുത്. അപ്പോൾ അതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. തേങ്ങ, തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് വളരെ ലേശം ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ അരച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു അരപ്പിൻ്റെ പച്ച ചൊവയും അതുമൊക്കെ മാറുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ സമയത്തേക്ക് നമുക്ക് ഞാൻ നമ്മളുടെ ചട്ടിയിൽ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ സാധാരണ താളിക്കുമ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതിലവർ പ്രത്യേകം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെയ്യുമ്പോൾ ഏകദേശം, പിന്നെ അതുകൂടാതെ നെയ്യിലാണ് അവർ വറുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നെയ്യുടെ ടേസ്റ്റ് നമ്മൾ കഴിക്കാനായിട്ട് നമ്മളുടെ ആ ഒരു ഇതുകൂടി നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ലേശം നെയ്യ് ആദ്യമേ ചേർത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത്
അതിലേക്ക് ഇടുക. പിന്നെ നമുക്ക് ആർക്കും വേണ്ടാത്ത കറിവേപ്പില എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ആ ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കാര്യം ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നെയ്യും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ നോക്കി. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വെറുതെ പറയണില്ല, ഇത് വെക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. എനിക്ക് ശരിക്കും അമ്പലത്തിൽ, ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ, തൃപ്പൂണിത്തുറ അമ്പലത്തിലൊക്കെ നമ്മൾ സദ്യ ഉണ്ണാനായിട്ട് പോകുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ചില കല്യാണ വീടുകളിൽ മാത്രം അത് കിട്ടാറുണ്ട്, പക്ഷേ എല്ലാ കല്യാണ വീട്ടിലെയും പോലത്തെ ഒരു പുളിശ്ശേരിയല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്കുള്ളത് മെഴുക്ക് പുരട്ടിയാണ്. കോവയ്ക്കയും ബീൻസും കൂടി മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഇത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ എനിക്ക് ഒന്ന് എന്തെങ്കിലും കറി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാനും ശ്യാമും മാത്രം കഴിക്കേണ്ടി വരും. പിന്നെ ഈ മെഴുക്ക് പുരട്ടി അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ 2 മുട്ട കൂടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാ മുട്ട ഇപ്പോൾ കഴിക്കാൻ നേരമായപ്പോൾ ഇത്രയായിട്ടോ. 2 പേരും അതിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചെമ്മീൻ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുമൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു പാചകവും കാര്യങ്ങളൊക്കെ. മാമ്പഴ പുളിശ്ശേരിയും മെഴുക്ക് പുരട്ടിയും പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചെമ്മീൻ ഫ്രൈയും പിന്നെ മുട്ട വറുത്തതും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ കുഞ്ഞു വീഡിയോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം.